ഗുഡ് മോർണിംഗ് സർ. ഓൺ ടൈം അല്ലേ? ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ മെരിങ്ങാത്തെനവാ നിന്നെ പോലെ. കേന്ദ്ര സഹമന്ത്രി KM വർഗീസിന്റെ പെണ്ണുമ്പിള്ള അച്ചാമ്മയ്ക്ക് കുതിര സവാരി പഠിക്കണമെന്ന്. അതിന് നമ്മൾ ഇവിടുന്ന് ഒരു കുതിരയും ട്രെയിനറേയും ബംഗ്ലാവിലേക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നു. ത്രൂ പ്രോപ്പർ ചാനൽ. ഭർത്താവിന്റെ അധികാരം വെച്ച് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റേറ്റ് പോലീസിന്റെ പുറത്തോട്ട് കുതിര കയറുന്നത് പോരാഞ്ഞായിരിക്കും അച്ചാമ്മ ഇനി പോലീസ് കുതിരയുടെ പുറത്തോട്ട് കയറാൻ പോകുന്നത്. കുതിരയ്ക്ക് ഇൻഷുറൻസ് കൊണ്ടുവിടും. ഉണ്ട് സർ. ഭാഗ്യം, കൊണ്ടുപോകും. പക്ഷെ ഇവനാകുമ്പം കൊള്ളാം, പോലീസുകാർക്കുള്ള അത്രയും ക്ഷമയില്ല. സഹിക്കാൻ പറ്റാതെ വന്ന ഇവൻ തിരിച്ച് അച്ചാമ്മയുടെ പുറത്തോട്ട് കയറിക്കോളും. പറഞ്ഞില്ലേ മെരുങ്ങാത്ത ജനിസ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഭരത്, ഹീസ് പ്രസാദ്, ASP ഭരത് ചന്ദ്രൻ. ഹലോ സർ. കമോൺ. അപ്പൊ ആക്ഷൻ തുടങ്ങിയല്ലേ? എത്ര അടി കിട്ടും എനക്ക്? ഓ, അതിങ്ങനെ എണ്ണി പറയാനും മാത്രമൊന്നുമില്ല. ഒരു മൈനർ അസോൾട്ട്. ആരായാലും ശരി, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് ഇതുപോലെ എവിടുന്നെങ്കിലും 2 എണ്ണം കിട്ടണം നിനക്ക്. എങ്കിലേ നീ നന്നാവും. ബാലേട്ടൻ, സോറി സാറ് രാവിലെ തന്നെ ഒരെണ്ണം ഓൺ ദ റോക്സ് ആണല്ലേ? തോന്നിയാസം ചോദിക്കുമ്പോ നിന്റെ നാക്കിൽ ഇപ്പോഴും അറിയാതെ പഴയ ബാലേട്ടൻ വരും അല്ലേടാ? എനിവേ, ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഒറ്റയ്ക്കായി പോകാൻ പാടില്ല. ഹി വിൽ ബി അസിസ്റ്റിംഗ് യു. സർ, നോ, ദിസ് ഈസ് മൈ ഡിസിഷൻ, റാദർ മൈ ബോധറേഷൻ. സംശയിക്കൊന്നും വേണ്ടടാ. നിന്റെ കാലപ്പേ തന്നെ പൂട്ടായവനെയും പെഡിഗ്രി ഉള്ളവനാ. പഴയ ട്രാവൻകൂർ IG ഗോപാലമേനോന്റെ ഗ്രാൻഡ് സൺ അല്ലേടോ? എന്തായി കോൺസ്റ്റബിൾ ഗോപി? കള്ളൂടിയനായതുകൊണ്ടായിരിക്കും അയാളുടെ ടോട്ടൽ ക്യാരക്ടർ ഒരിത്തിരി സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഹെൽപ്ഫുൾ ആയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല അയാളുടെ കയ്യിൽ. ആ ഫയലിൽ ഒരു പെണ്ണിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ആ കമ്മീഷനെ അസിസ്റ്റ് ചെയ്ത ഒരു ജൂനിയർ അഡ്വക്കേറ്റ്, ഏതോ ഒരു എന്താ മിസ് വർമ്മ എന്നോ? അതെ, ശ്രീലത വർമ്മ. എക്സാക്ട്ലി. ഇവിടേക്ക് ഇരിക്കായിരുന്നു. പാലുണ്ടായിരുന്നത്? ഇറ്റ്സ് ഓൾ റൈറ്റ്. ആരാ ഇവരൊക്കെ? അനിയത്തിമാര്, പിന്നെ ഏട്ടത്തിയുടെ കുട്ടികള്. എന്ത് ചെയ്യുന്നു ഏട്ടത്തി? ഏട്ടത്തി മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ദേവി, കുട്ടികളെയും കുട്ടി അപ്പുറത്ത് പോ. വാ. ഏട്ടത്തി മരിച്ചു. 2 വർഷമായി. സൂയിസൈഡ്. സോറി. ഏട്ടത്തി ഒരുപാട് പാവായിരുന്നു. സ്നേഹിച്ച് കല്യാണം കഴിച്ചാള് ഒടുവിൽ ഉപേക്ഷിച്ചു പോയപ്പോ 2 കുട്ടികളുണ്ടെന്നും കൂടി ഓർക്കണ്ട. സ്വയം. ലതേ, ആരാ അവിടെ നിന്നെ കാണാൻ വന്നിരിക്കണേ? ആരുമില്ല. അമ്മയാ. കിടപ്പില കുറച്ചു കാലായിട്ട്. ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ വെച്ചിട്ട് കുട്ടിയുടെ ലോ കോളേജിലെ പഠിപ്പൊക്കെ? ഈ മരിച്ചു എന്ന് പറഞ്ഞ ഏട്ടത്തിയുടെ ആള് സഹായിച്ചിരുന്നു അന്നൊക്കെ. പിന്നെ അഡ്വക്കേറ്റ് ജോസഫ് പുറമാടത്തിന്റെ ജൂനിയർ ആയിട്ട് കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്തിരുന്നു അല്ലേ? 2 വർഷം. പിന്നെന്താ പ്രാക്ടീസ് നിർത്തി കമ്മീഷന്റെ കൂടെ? അഡ്വക്കേറ്റ് ജോസഫിന് കേസൊക്കെ വളരെ കുറവായിരുന്നു. എന്തെങ്കിലും കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെ തികയാറില്ല. ഒടുവില് എനിക്കൊരു സ്ഥിരം വരുമാനമാവട്ടെ എന്ന് കരുതി അദ്ദേഹം തന്നെയാ ഒരു കത്തും തന്ന് എന്നെ ജസ്റ്റിസ് മഹേന്ദ്രന്റെ അടുത്തേക്ക് വിട്ടത്. ജസ്റ്റിസ് മഹേന്ദ്രൻ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഐ മീൻ എല്ലാ രഹസ്യങ്ങളും ശ്രീലതയുമായി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇല്ല. രഹസ്യ സ്വഭാവമുള്ള രേഖകളൊക്കെ അദ്ദേഹം നേരിട്ടാ കൈകാര്യം ചെയ്തിരുന്നത്. അതൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ റിപ്പോർട്ടിലെ ഗൗരവമുള്ള ഭാവങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിരുന്നത് പോലും അദ്ദേഹം തന്നെയാ. കമ്മീഷനെ അസിസ്റ്റ് ചെയ്തിരുന്നു എന്നല്ലാതെ സത്യത്തിൽ പ്രൊസീഡിങ്സിനെ കുറിച്ച് പുറത്തറിയാവുന്നതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല. ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞല്ലോ ശ്രീലത.
അത് ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ പിന്നെ ആവശ്യമെന്ന് തോന്നിയാൽ ഞാൻ വിളിപ്പിക്കും. അല്ല സാറേ, ഇത്തവണ കൊച്ചു തമ്പുരാട്ടി അഴിയെണ്ണുവോ? അല്ല, അകത്തു പോവോന്ന്? പ്ലീസ്. റാസ്കൽ. So you have pursued all possible avenues, but to no avail. സർ, സംശയിക്കാനാണെങ്കിൽ കമ്മീഷന്റെ വിസ്താരത്തിന് വിധേയരായവരെ മുഴുവൻ സംശയിക്കാം. എല്ലാവരോടും വളരെ കർശനമായ സമീപനമായിരുന്നു ജസ്റ്റിസിന്റേത്. ആർക്കും വൈരാഗ്യം തോന്നുന്ന തരത്തിൽ നിശ്ചിതമായ വിമർശനവും. Yes, I know. ഇനി ചോദ്യം ചെയ്യാൻ ബാക്കിയുള്ളത് തലയ്ക്ക് മുകളിലുള്ളവരാണ് സർ. AIG മേനൻ, IG വിജിലൻസ് രാജൻ ഫെലിക്സ്. നിനക്ക് വേണ്ടി കാണാൻ അനുവാദം ചോദിച്ച് ഞാൻ വിളിക്കണോ രാജിനെ? ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. വേണ്ട സർ, അറിയാം. ഇന്ന് വൈകിട്ട് മെട്രോപൊളിറ്റൻ ക്ലബിൽ ചെന്ന് കാണാൻ അനുവാദം തന്നു കഴിഞ്ഞു. രണ്ടാള്. എന്നെ ദേ നിൽക്കുന്ന മേനോനും കൂടെ പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടുപോയി അടച്ച് മുണ്ടും തുണിയൊക്കെ ഉരിഞ്ഞു നിർത്തി ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ ബാലേന്ദ്രൻ? പറഞ്ഞോളൂ. നോ സർ, ഹി സജസ്റ്റഡ് എ ഡിസ്കഷൻ. എന്നാ പിന്നെ എന്തൊക്കെയാ തന്റെ ചോദ്യങ്ങള്? ചോദിച്ചോ. സാറിനോട്, ഐ മീൻ നിങ്ങൾ രണ്ടാളോടും കമ്മീഷന്റെ സമീപനം. വെരി ഹോസ്റ്റൈൽ. കമ്മീഷന്റെ സിറ്റിംഗ് കഴിഞ്ഞ് പിറ്റേന്നിറങ്ങിയ പത്രമൊന്നും താൻ വായിച്ചില്ലേടോ? എടോ, എന്നെ പിടിച്ചൊക്കെ തൊലി ഉരിച്ചു കളഞ്ഞില്ലേ? ആ സർ, അത് തന്നെയാണോ എന്റെ അനുഭവം. സത്യത്തില് ആരെങ്കിലും അയാളെ ഇങ്ങനെ അങ്ങ് കൊല്ലിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കർത്താവിനാണ് സത്യം. ഇരുട്ടുവാക്കിന് ഒറ്റയ്ക്ക് എങ്ങാനും കിട്ടുമ്പോ ഞാൻ അയാളുടെ ആറാമാര് നോക്കി രണ്ടെണ്ണം കൊടുത്തേന്. താൻ കുടിക്കുവോ? കുടിക്കും സർ, ബട്ട് ഐ എം ഓൺ ഡ്യൂട്ടി. പക്ഷേ ഭരത, ബിറ്റ്വീനസ് നമ്മളെ പോലീസുകാർക്ക് കണ്ട അണ്ടനെ അടകൂടനെയും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ ചുമ്മാ ചളക്കാന്നല്ലാതെ ഒരു ജഡ്ജിയെ കൊല്ലിക്കാനുള്ള ധൈര്യം വരുവോളോ? എനിവേ, തന്റെ ഒരു വല്ലാത്ത പൊസിഷനാണ്. എവിടെ തുടങ്ങണമെന്നോ എങ്ങോട്ട് പോണമെന്നോ അറിയാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ. എന്റെ അഭിപ്രായത്തില് ചത്തുപോയ കമ്മീഷനെ കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് പുതിയൊരു കമ്മീഷനാണ് നിയമിച്ചൂടെ? നമ്മള് പോലീസുകാരുടെ തലയിലുള്ള ഭാരം ഒഴിയുമല്ലോ. കറക്റ്റ്. ഹലോ മോൻജി, ആइए जी. ഹലോ. ഓക്കെ. ഓക്കെ, ശരി. മിസ്റ്റർ ഭരത്ചന്ദ്രൻ, പുതിയ കമ്മീഷണർ. ഞാൻ മോഹൻ തോമസ്. താൻ കേട്ട് കാണുമോടോ? മോൻ തോമസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും പിന്നെ ഇന്ത്യക്ക് പുറത്തും അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ബിസിനസ്മാൻ. മോർ ഓഫ് എ പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റർ വിത്ത് എ സ്ട്രോങ് ബേസ് ഇൻ ഡൽഹി, അല്ലേ മോഹൻജി? അങ്ങനെയും വിളിക്കാം. രാഷ്ട്രീയം, കച്ചവടം രണ്ടും കൂടിക്കലർന്ന ഉപജാപം. ഇതിലേതാണ് യഥാർത്ഥ തൊഴിലെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ചിലർ ചിലപ്പം മന്ത്രി എന്ന് വിളിക്കും. വെറും മന്ത്രിയല്ല, കേന്ദ്രമന്ത്രി. ചിലപ്പോ ചിലര് MP എന്ന് വിളിക്കും. ഹേയ്, ഇത് രണ്ടുമല്ല, ആവണമൊന്നുമില്ല. പിന്നെ അധികാരം വേണമെങ്കിൽ നമ്മൾ നേരിട്ട് കസേര ഇരിക്കണമെന്നില്ലല്ലോ, അല്ലേ മിസ്റ്റർ ഭരത്? കസേര ഇങ്ങനെ നമ്മുടെ കൈവെള്ളയിൽ ഇരുന്നാ പോരെ, അല്ലേ? സർ, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. കമ്മീഷനെ ആരെങ്കിലും കൊല്ലിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാമായിരുന്നു എന്ന് സാർ പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മളെപ്പോലുള്ള പോലീസുകാർക്ക് ഒരു ജഡ്ജിനെ കൊല്ലിക്കാനുള്ള ധൈര്യം വരുമോടോ എന്നും ചോദിച്ചു. ചോദിച്ചു. അപ്പോ കമ്മീഷനെ വകവരുത്താൻ വേണ്ടി അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലിച്ചതാണ് എന്ന് സാറിന് അല്ല, അത് ഞാൻ പറഞ്ഞ ഐ മീൻ സാറിനെ പോലെ തന്നെ
കമ്മീഷനോട് വൈരാഗ്യമുള്ള സാറിനേക്കാൾ അധികാരവും സ്വാധീനവുമുള്ള മറ്റാരും ആവാം, അല്ലേ സാർ? ഗോഡ് നോസ്. താങ്ക് യു സർ. ദാറ്റ്സ് ഓൾ. അവന്റെ ഒട്ടുക്കത്തെ ചില ചോദ്യങ്ങള് സർ, ഇവിടെ പറഞ്ഞാടോ. സർ, പിന്നെ മോൻജി ഡൽഹി പോകുമ്പോ മന്ത്രി സൂക്ഷ്മ ബുദ്ധി, സൂത്രശാലി. ഹീസ് an astute bastard. വേണ്ട, വെറുതെ മോങ്ങണ്ട. നീ വഴിയല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ഞാൻ അറിയുമായിരുന്നു കമ്മീഷന്റെ നീക്കങ്ങളെ കുറിച്ച്. പേടിക്കണ്ട, എല്ലാം ഒന്ന് തണുത്തോട്ടെ. പിന്നെ നീ മോഹൻ തോമസ് ഗ്രൂപ്പിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലീഗൽ അഡ്വൈസർ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടികെട്ടിയ ഏതെങ്കിലും ഒരു ബാരിസ്റ്ററുടെ തിരക്ക് പിടിച്ച ജൂനിയർ അഡ്വക്കേറ്റ്. നോക്കിക്കോ, നീ ഇന്നുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു ലൈഫ് ഈ മോഹൻ നിനക്ക് തരും. കരച്ചിൽ നിർത്താനല്ലേടി പറഞ്ഞത്? മഹേന്ദ്രൻ കമ്മീഷന്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്ന് ഒരു സൂചന തരാൻ ഈ ശ്രീലതാ വർമ്മയ്ക്കും കഴിയാതെ പോയ സ്ഥിതിക്ക്. ആ പ്രസാദ്, ഞാൻ ഇന്നലെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. There is one Mr. ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ ASP. മുമ്പ് ഞാൻ റൂറൽ ഉണ്ടായിരുന്നപ്പോ he was with me. അയാളിപ്പോ സാർ ഉദ്ദേശിക്കുന്നത് ഇക്കയാണോ? നേരത്തെ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന? യെസ്. മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പഴവങ്ങാടി ബാർ ബോംബ് കേസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എന്റെ അറിവില് ഇത്രയും ഗട്ടർ ഇൻസ്റ്റിങ്സ് ഉള്ള വേറൊരു ഓഫീസർ ഇല്ല. പ്രിസൈസ്ലി. ഓഫീസിൽ നിന്ന് അയാളുടെ റെസിഡൻഷ്യൽ അഡ്രസ് ഒന്ന് പൊക്കണം. ഏത് ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇക്ബാൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്പീഡ് ഉണ്ടാകും, ഒരു ഉറപ്പ്. അയാൾ കൂടി ആവുമ്പോ വി വിൽ മേക്ക് എ ഗുഡ് ടീം. പക്ഷേ ആളിപ്പോ സസ്പെൻഷനിലാണ്. ദാറ്റ്സ് ഹിം. അത് പതിവല്ലേ. ഇത്തവണ എന്താ കേസ്? കേസ് പറഞ്ഞ രസമാണ് സാർ. പത്രത്തിൽ വായിച്ചു കാണും. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ചുമാടി ത്രൂ അമരവള ചെക്ക് പോസ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്ക്. ഒടുവിൽ അന്വേഷിച്ച് പിടിച്ചപ്പോ എല്ലാം വലിയ പുള്ളികളാ. ഒന്നൊരു MLA അനിയൻ, മറ്റൊന്ന് മന്ത്രിയുടെ സ്വന്തം അളിയൻ. ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പുതിയ തീവ്രവാദികളിലെ വർഗീയം അതാണ് വിത്ത്. സ്വജാതിയല്ലേ വിട്ടേക്കെന്ന് പറഞ്ഞ മന്ത്രിയുടെ വയർലെസ് മെസ്സേജ്, MLA ഭീഷണി അങ്ങ് ചെത്തിക്കളയി വന്ന്. ആ പോയി പണി നോക്കണ പുല്ലെന്ന് ഞാനും പറഞ്ഞു. ഓ, അപ്പൊ സസ്പെൻഷൻ, കാരണം കാണിക്കൽ നോട്ടീസ്. കാരണം കാണിക്കല്ല, കരണക്കുറ്റി നോക്കി കഴിവുള്ളവന്മാർക്കിട്ട് അടി കൊടുക്കാ വേണ്ടത്. ഒടുവില് പത്രത്തിൽ വാർത്ത വന്ന് നാറുവന്നായപ്പോ ഒത്തുതീർപ്പിന് വന്നു. കോംപ്രമൈസ്, എറണാകുളത്തേക്ക് മാറ്റം തരാമെന്ന്. ഇവിടെയാകുമ്പോ അമ്മയില്ലാത്തതിന്റെ കുറവറിയിക്കാതെ ഇതുങ്ങളെ നോക്കുന്ന ടീച്ചർമാരുണ്ട് സ്കൂളില്. അവരെ പിരിയണമെന്ന് കേട്ടപ്പോ ഇതുങ്ങളുടെ കണ്ണു നിറഞ്ഞു. ആ വേണ്ട, സസ്പെൻഷൻ തന്നെ മതിയെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. മോളുടെ പേരെന്താ? റസിയ. എന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, മോളുടെ പേര് അങ്കിള് ചോദിക്കാം. എന്താ പേര്? ഉമ്മ കുൽസു. ഏ, ഉമ്മ കുൽസു. എന്റെ ഉമ്മയുടെ പേരാ ഇവക്ക്. പേരുമ്മയുടെ ആണെങ്കിലും കൂറുക്കേടയാ. കണ്ടില്ലേ ഇടിച്ചു കയറിയത്. സോ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സ് IG-യുടെ സമ്മതം വാങ്ങിച്ചു. വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യാം. ചെയ്യണം. യെസ്, കം ഇൻ. ആഹാ, കമ്മീഷണർ സാഹിബിന് നേരം എടുത്തതേ ഉള്ളൂ. കിടന്നപ്പോ ലേറ്റ് ആയി. എന്താ കൊച്ചു വക്കീൽ രാവിലെ തന്നെ? അല്ല,
പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ടോ എന്നറിയാനാ. താനിത് വായിച്ചോ? എന്താ? എന്തു പറ്റി? നക്ഷത്ര ഹോട്ടലിൽ കോൺസ്റ്റബിളിന്റെ പേക്കൂത്ത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ നക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് മതോന്മത്തനായി പേക്കൂത്ത് നടത്തിയ പോലീസുകാരനെ ഒടുവിൽ ബാർ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടു. സംഭവത്തെ തുടർന്ന് ജീവനക്കാരുടെ സ്വത്തിനും ജീവനും കനത്ത പോലീസ് ഭീഷണിയുണ്ടെന്ന് ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് കോൺഫെഡറേഷൻ നേതാവ് വട്ടപ്പാറ പീതാംബരൻ ഒരു പ്രസ്താവനയിൽ മതി മതി നിർത്ത്. ലാംഗ്വേജ് കേട്ടാൽ അറിയാം ഇതേതോ മഞ്ഞപത്രമാണ്. പത്രം ഏതും ആയിക്കോട്ടെ, സത്യം എന്താണെന്ന് അന്വേഷിച്ചോ താൻ? എന്തന്വേഷിക്കാൻ? പാവം പോലീസുകാരനെ ആരെങ്കിലും മുന്തിയ ഹോട്ടലിൽ കയറ്റി സൽക്കരിച്ചു കാണും, അത്ര തന്നെ. ഇടി നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ ഇവിടുത്തെ വലിയ വലിയ ഏമാമാരിൽ പലരും നേരം വെളുക്കുമ്പോ തൊട്ട് ഷാപ്പില, ഐ മീൻ ബാർ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് ക്ലബ്. അവരവിടെ കുടിക്കും പെടുക്കും, ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ച് തലേ കെട്ടും, എന്നിട്ട് കുന്തം മറിയും. ഒരുത്തനും എഴുതുകയല്ലാതൊന്നും. ഇതാണ് മിഡിൽ ക്ലാസ്സുകാരന്റെ സ്യൂഡോ സോഷ്യലിസം, അല്ലെങ്കിൽ കോംപ്ലക്സ്. കോംപ്ലക്സിന്റെ മറ്റം ഓടി. താൻ എന്ത് പറഞ്ഞാലും പോലീസുകാരുടെ സൈഡാ. ഓഫീസർമാരെ അടച്ചു പുച്ഛം. ദാ കേട്ടോളൂ അടുത്ത റിപ്പോർട്ട്. ഇത് മഞ്ഞപത്രമൊന്നുമല്ല, മാതൃരാജ്യത്തില്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്റ്റാർ ഹോട്ടൽ ബാറിൽ മദ്യപിച്ച് ശല്യമുണ്ടാക്കിയ പോലീസ് കോൺസ്റ്റബിൾ ഗോപിനാഥനെ ഇന്നലെ രാത്രി തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂവന്തുറ കമ്മീഷൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലമായി സസ്പെൻഷനിലാണ് ഇയാൾ. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. Does that ring any bell? Thanks. For what? For a pot of tea. പോയി ചായ എടുത്തോണ്ട് വാടി. അയ്യടാ നിന്നെ മനുഷ്യൻ.